നമസ്കാരം. വീണ്ടും എല്ലാവർക്കും ബെൽ റീഡ്സിലേക്ക് സ്വാഗതം. ഇന്ന് പതിവായി പറയുന്നത് പോലെ തന്നെ പഞ്ചതന്ത്രം കഥയിൽ നിന്നുള്ള കഥ തന്നെയാണ്. പക്ഷെ ഒരു തമാശ കഥയാണ്. കഥ കേൾക്കണ്ടേ എന്താന്ന്? അപ്പം നേരെ കഥ കേട്ടാലോ. സമ്മാനം കിട്ടിയിട്ട് എന്ത് കാര്യം? നമുക്കും ചിലപ്പോൾ സമ്മാനങ്ങളൊക്കെ കിട്ടാറുണ്ടല്ലേ. പക്ഷെ അത് നമ്മൾ ശരിക്കും ഉപയോഗിക്കണം അല്ലേ? അപ്പോൾ കിട്ടിയിട്ട് കാര്യമില്ലാണ്ട് പോയ സമ്മാനത്തിൻ്റെ കാര്യം എന്താണെന്ന് കേട്ടാലോ. കേൾക്കാം. ഒരു കുട്ടിക്കഥ. പണ്ട് എഴുതിയിട്ടുള്ള പഞ്ചതന്ത്രം കഥകളിൽ ഒരുപാട് കഥകളുണ്ട്. അതിൽ നിന്ന് തിരഞ്ഞെടുത്ത വളരെ കുറച്ച് കഥകൾ മാത്രമേ ഞാനിവിടെ പറയാറുള്ളൂ. പറ്റുന്നതും കഴിവതും എല്ലാം പറയാൻ നോക്കാം. അപ്പോൾ ഇത് പഞ്ചതന്ത്രം കഥയിലെ ഒരു കുട്ടിക്കഥ. സമ്മാനം കിട്ടിയിട്ട് എന്തുണ്ട് കാര്യം? കഥ തുടങ്ങാം. ഒരിടത്ത് ഒരു ബ്രാഹ്മണനുണ്ടായിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തിന് ഒരു ആടിനെ സമ്മാനമായിട്ട് കിട്ടി. അയാൾ എന്തോ നല്ല കാര്യങ്ങൾ ചെയ്തതിന് അയാൾക്ക് ഒരു നാട്ടിലുള്ള ആളുകളെല്ലാം ചേർന്ന് ഒരു സമ്മാനം കൊടുത്തതാണ്. ആട്, നല്ല ഉഗ്രനൊരു ആട്ടിൻകുട്ടി അയാൾക്ക് കിട്ടിയപ്പോൾ സന്തോഷമായിട്ടോ. സമ്മാനം കിട്ടിയതിൽ ബ്രാഹ്മണന് നല്ല ഹാപ്പിയാണ്, നല്ല സന്തോഷിച്ചു. കാരണം എന്താ, നല്ല ആടാണ്. ആടിനെ വീട്ടിൽ കൊണ്ടുപോകാം, അല്ലെങ്കിൽ വിൽക്കാം, കാശ് കിട്ടും അല്ലേ. അപ്പോൾ സ്വന്തമായിട്ട് നന്നായി ജീവിക്കാം എന്നുള്ളൊരു സന്തോഷത്തിൽ ആടിനെയും കൊണ്ട് ബ്രാഹ്മണൻ തോളിലങ്ങട് കയറ്റിയിട്ട് വീട്ടിലോട്ട് യാത്രയായി. വീട് സ്വല്പം ദൂരെയാണ്. ജോലിക്ക് വന്ന സ്ഥലത്ത് നിന്ന് വീട്ടിലോട്ട് പോകണമെങ്കിൽ ഒരു കാട് വഴി പോകണം. കാട്ടിലൂടെ കാൽനടയായി സ്ഥിരമായ പണ്ടുള്ള ആളുകൾ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു യാത്ര ചെയ്തിരുന്നത്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് പോകണമെങ്കിൽ ചിലപ്പോൾ വഴിയിലൊന്നും കാട് വെട്ടി തെളിച്ചിട്ടുണ്ടാവില്ല. അതിലൂടെ ഒരു നടവഴി ഉണ്ടാവും. അതിലൂടെ നടന്നിട്ടൊക്കെ ആയിരുന്നു പണ്ടുള്ള ആളുകൾ യാത്ര ചെയ്തിരുന്നത്. ഇന്നിപ്പോൾ കാറും ബസ്സൊക്കെ ഉള്ള പോലെ കയറി അങ്ങോട്ട് പോവുക, അപ്പുറത്തെ വീട്ടിലെത്തുക, അപ്പുറത്തെ സ്ഥലത്തെത്തുക, അങ്ങനെയുള്ള പരിപാടി ആയിരുന്നില്ല പണ്ട്. അപ്പം അത് പണ്ടത്തെ കഥയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ. അങ്ങനെ അദ്ദേഹം ആ ആടിനെ തോളിലിട്ടിട്ട് വീട്ടിലേക്ക് യാത്രയായി. കുട്ടി അതല്ല മുഴുത്ത ആടാണെങ്കിലും ആടല്ലേ, ഇനി അതിന് കാല് കയറേണ്ട, നല്ല ആടല്ലേ എന്നും പറഞ്ഞിട്ടാണ് തോളിലിട്ട് സന്തോഷമായി ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ബ്രാഹ്മണൻ ഈ ആടിനെയും തോളിലേറ്റ് നടന്നു പോകുന്നത് 3 കള്ളന്മാർ കാട്ടിൽ വെച്ച് കാണാനിടയായി. പണ്ട് നമ്മൾ ഒട്ടുമിക്ക കഥകളിലും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ആളുകൾ. കള്ളന്മാരുടെ ശല്യം ഉണ്ടായിരുന്നു, പിടിച്ചുപറിക്കാരുണ്ടായിരുന്നു. അത് ഒറ്റയ്ക്ക് നടക്കുമ്പോൾ പ്രത്യേകിച്ചും കാട്ടിലൂടെയൊക്കെ പോകുമ്പോൾ മിക്കവാറും കള്ളന്മാരുണ്ടാവുമെന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അതുപോലെ 3 കള്ളന്മാർ ഈ ബ്രാഹ്മണൻ തോളിൽ ആടിനെ ഇട്ടിട്ട് നടന്നു പോണത് കണ്ടു. നല്ല തടിച്ചു കൊഴുത്ത ആട്. അതിലൊരുവൻ പറഞ്ഞു, അതെ, നല്ല ശാപ്പാടിനുള്ള വകയെ, കയ്യെ കിട്ടിയിരുന്നെങ്കിൽ കൊന്ന് കറി വെച്ച് കഴിക്കായിരുന്നു. എന്തോ രുചിയായിരിക്കും ആടിന്, കാണാൻ എന്താ നല്ല ലുക്കുണ്ട് എന്നായി. അതിനെ എങ്ങനെയെങ്കിലും കൈക്കലാക്കണമെന്ന് മറ്റവൻ പറഞ്ഞു. കൂട്ടത്തിലുണ്ടായിരുന്ന ആൾ പറഞ്ഞു, അതെ, അതിനെ എങ്ങനെയെങ്കിലും കിട്ടിയാൽ എന്തായാലും വിശന്നിട്ട് വയ്യ, നമ്മൾ ഈ കാട്ടിൻ്റെ അകത്ത് വേറെ എന്തിനെ കിട്ടാനാ, അതിനെ കിട്ടിയാൽ നമുക്ക് കൊന്ന് കറിയാക്കി കഴിക്കായിരുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ട് നിന്ന 3ാമത്തെ ആൾ പറഞ്ഞു, എനിക്കൊരു ബുദ്ധി തോന്നുന്നുണ്ട്, ഒരു കുഞ്ഞു ബുദ്ധിയാണ്. എൻ്റെ പദ്ധതി പ്രകാരം നമ്മൾ 3 പേരും പ്രവർത്തിച്ച ആടിനെ നമുക്ക് സൂത്രത്തിൽ കൈ കിട്ടും എന്ന് പറഞ്ഞു. അപ്പം മറ്റുള്ള 2 പേർക്കും ആകാംക്ഷയെ, ആണോ, എന്നാൽ അതെന്താന്ന് ചോദിച്ചു. അവർ 2 പേരും ചെവിയിൽ തൻ്റെ പദ്ധതി 3ാമൻ പറഞ്ഞു കൊടുത്തു. അത് പ്രകാരം ബ്രാഹ്മണനെ പറ്റിക്കാമെന്ന് 3 പേരും കൂടെ തീരുമാനിച്ചു. അപ്പം എന്താണ് ആ പദ്ധതി എന്ന് നോക്കാം. വഴിയിലൂടെ നടന്നു പോവുകയായിരുന്ന ബ്രാഹ്മണൻ്റെ മുന്നിൽ 1ാമത്തെ കള്ളൻ മാത്രം ചെന്നു. കള്ളനാണെന്ന് കണ്ടാൽ പറയാൻ പറ്റില്ലല്ലോ, കള്ളൻ്റെ വേഷമൊന്നുമില്ലല്ലോ. അങ്ങനെ ഇയാൾ കള്ളനാണ്, പക്ഷേ ബ്രാഹ്മണൻ്റെ അടുത്ത് ചെന്നു. എന്നിട്ട് പറഞ്ഞു, താങ്കൾ എന്തിനാണ് ഈ നായയെ തോളിലേറ്റ് നടക്കുന്നത് എന്ന് ചോദിച്ചു. ഒരു ബ്രാഹ്മണൻ, അതും പൂജ കഴിക്കുന്ന ആൾ, ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു. ഇത് കേട്ട ബ്രാഹ്മണന് ആകെ മൊത്തം ദേഷ്യം വന്നു. നായയോ, എനിക്ക് കണ്ണ് കണ്ടൂടെ, ഇതൊരാടാണ് എന്ന് പറഞ്ഞു. ഇതിനെ എനിക്ക് അതും സമ്മാനമായിട്ട് കിട്ടിയതാണ്. ഉടനെ കള്ളൻ പറഞ്ഞു, അയ്യോ കോപിക്കരുത്, കണ്ടത് പറഞ്ഞു എന്നേ ഉള്ളൂ, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് കള്ളൻ്റെ പാട്ടിന് വേഗം അങ്ങോട്ട് നടന്നു നീങ്ങി. എന്നോട് ദേഷ്യമൊന്നും തോന്നരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നടന്നു നീങ്ങി. ബ്രാഹ്മണനാകെ ഇതിപ്പോൾ എന്താ അയാൾ വന്ന് പറഞ്ഞിട്ട് പോയത്, അയാളങ്ങനെ ദേഷ്യപ്പെടുന്ന ആളോ ഒന്നും അല്ലേനും, നമ്മുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ട് അയാൾ പോവുകയും ചെയ്തു എന്നൊക്കെ ചെറിയ സംശയമുണ്ട്. എന്നാലും മനസ്സിൽ ഇതെല്ലാം വെച്ചിട്ട് ബ്രാഹ്മണൻ യാത്ര തുടർന്നു. കുറേ ദൂരം ചെന്നപ്പോഴത്തേക്കും 2ാമത്തെ കള്ളൻ വന്നു.
വന്നിട്ട് പറഞ്ഞു ബ്രാഹ്മണൻ്റെ അടുത്ത്, ഹേ ബ്രാഹ്മണ, താങ്കൾ എന്തിനാണ് ഈ ചത്ത പശുക്കുട്ടിയും തോളിലേറ്റ് നടക്കണത്? ചത്ത മൃഗത്തെ തോളിലേറ്റ് നടക്കുന്നത് ഒരു ബ്രാഹ്മണന് ചേർന്ന പ്രവൃത്തിയാണോ നിങ്ങൾ ചെയ്യണേ? അതും ചത്ത തൊട്ട് പശു, അതിനെ തോളിലേറ്റിയാ നടക്കുക എന്നൊക്കെ ചോദിച്ചിട്ട് കളിയാക്കി. ചത്ത പശുക്കുട്ടിയോ? തനിക്ക് വല്ല വട്ടുമുണ്ടോ? ബ്രാഹ്മണന് നല്ലോണം ദേഷ്യം വന്നു ഈ സമയം കേട്ടോ. രണ്ടാമത്തെ ആളാണിത് എന്ന് പറയണത്. തനിക്ക് കണ്ണ് കണ്ടൂടെ? ഇത് ജീവനുള്ള ഒരു ആടാണ്, അല്ലാണ്ട് ചത്ത പശുക്കുട്ടിയല്ല എന്ന് പറയും. ഉടനെ കള്ളൻ പറഞ്ഞു, താങ്കൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെന്നാണോ എനിക്ക് തോന്നണത്. എനിക്ക് കാണാൻ പറ്റാത്തൊരു പശുക്കുട്ടിയാണ്, അതും ചത്തും പോയി. ഇനി ഞാൻ പറഞ്ഞത് വിശ്വാസമല്ലെങ്കിൽ എനിക്കിനി ഒന്നും പറയാനില്ല, ഞാൻ കണ്ടത് പറഞ്ഞു, അത്രയേ ഉള്ളൂ എന്നും പറഞ്ഞ് പരിഹാസ ചിരിയോടുകൂടെ ആ കള്ളൻ അങ്ങോട്ട് അവിടെ നിന്ന് നടന്നു പോയി. ബ്രാഹ്മണൻ ആകെ കൺഫ്യൂഷനായി. എന്തപ്പോൾ ചെയ്യേണ്ടത്? ഇതെന്തത് ഓരോരുത്തർ വന്ന് ഓരോന്ന് പറഞ്ഞിട്ട് പോകണം, ഇവരോട്ട് എനിക്ക് അറിയൂല, ഇവരെന്താ ഇങ്ങനെയൊക്കെ വന്ന് പറഞ്ഞിട്ട് പോകണേ? ആടിനെ സംശയത്തോടെ ഒന്ന് എല്ലാം തിരിഞ്ഞു നോക്കി, എന്നിട്ട് എഗെയിൻ നടന്നു. ശരി, എന്തോ ആവട്ടെ പറഞ്ഞിട്ട് ചിന്തിച്ചിട്ട് നടക്കാൻ തുടങ്ങി. ഇനിയുള്ളത് മൂന്നാമത്തെ കള്ളനാണ്. മൂന്നാമത്തെ കള്ളൻ്റെ ഊഴായി. അയാൾ മെല്ലെ മറ്റുള്ളവർ രണ്ടുപേരും ഒളിച്ചിരിക്കുമ്പോൾ ചെന്നു ബ്രാഹ്മണൻ്റെ മുന്നിൽ. എന്നിട്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് ബ്രാഹ്മണനോട് ചോദിച്ചു, ഇത്രയും വിദ്യാഭ്യാസമുള്ള അങ്ങ് എന്തിനാണാവോ ഈ കഴുതയെ തോളിലേറ്റ് നടക്കണേ? ആളുകൾ അങ്ങനെ കളിയാക്കില്ലേ ഇതിനെ തോളിലിട്ട് നടന്നാൽ? ഇത്രയും ബുദ്ധി നിങ്ങൾക്കില്ലേ എന്നൊക്കെ ചോദിച്ചു. ബ്രാഹ്മണൻ ശരിക്കും ആകാ മൊത്തം എന്താപ്പം ഈ സംഭവിക്കണേ? പരിചയമില്ലാത്ത 2-3 പേരായി വന്നിട്ട് ആദ്യം പറഞ്ഞു നായയാണെന്ന്, വേറൊരുത്തം വന്ന് പറഞ്ഞു പശുവാണെന്ന്, ഇപ്പം പറയണ ഒരുത്തം വന്നിട്ട് കഴുതയാണെന്ന്. ഇതെന്താ അത്? അയാൾക്ക് ആകെ സംശയം. താൻ ആടിനെ തന്നെ ആണോ ഇനി വല്ല മറ്റ് മൃഗങ്ങളെ ആണോ തൂക്കിയിരിക്കണേന്ന് അയാൾക്ക് ആകെ സംശയമായി. ഇതിനി വല്ല ചെകുത്ത. എന്നിട്ട് ആ പറഞ്ഞിട്ടാണെങ്കിൽ കള്ളൻ്റെ പാട്ടിന് പോവുകയും ചെയ്തു, ചിരിച്ച് കളിയാക്കിയിട്ട്. അപ്പോൾ ഇതിലാരും തന്നോട് വേറെ മിണ്ടാനും നിൽക്കണില്ല. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവും. ഇനിയിപ്പം ഞാൻ ശരിക്കും എന്തെങ്കിലും വല്ല അത്ഭുത ജീവിയോ വല്ല ചെകുത്താനായിട്ടായിരിക്കുമോ തോളിലെടുത്തിട്ടുണ്ടാവുക? അതാണോ ഈ കാണുന്നവർക്കൊക്കെ ഓരോരോ രൂപങ്ങൾ തോന്നണത് എന്നായി അയാളുടെ മനസ്സിലെ ചിന്ത. ബ്രാഹ്മണനാണ്, അപ്പോൾ അയാൾ അധികം ആലോചിക്കില്ല. അയാൾ ആകെ ആലോചിക്കണ, ആദ്യം വന്ന ആൾ പറഞ്ഞു നായയെന്ന്, പിന്നെ ഒരാൾ പറഞ്ഞു പശുവാണെന്ന്, ഇപ്പോൾ ഒരാൾ പറഞ്ഞു കഴുതയാണെന്ന്. അപ്പോൾ ഇതിന് രൂപമാറ്റം ഉണ്ടാവുന്നുണ്ടോ? ഇനി ഞാൻ അറിയാഞ്ഞിട്ടായിരിക്കും, തോളിലല്ലേ കിടക്കണേ, അപ്പോൾ എനിക്ക് ആകെ കാല് മാത്രമല്ലേ കാണാൻ പറ്റുള്ളൂ. അപ്പം ഇനിയിപ്പോൾ ഇത് ശരിക്കും വലുതും ആണോ വല്ല ചെകുത്താനും ആണോ? അതായിരിക്കും രൂപം ഇങ്ങനെ മാറി മാറി വരണതെന്നാണ് അയാൾ വിചാരിച്ചു. അയാൾ ആകെ പേടിച്ചു. ഒരുപക്ഷെ താൻ കണ്ടുപിട്ടിയ 3 പേരും പറഞ്ഞത് ശരിയായിരിക്കാം എന്ന് അയാൾക്ക് തോന്നി. അയാൾ സ്വന്തമായിട്ട് തന്നോട് തന്നെ പിറുപിറുപിറുപിറന്ന് പറഞ്ഞിട്ട് ആകെ പേടിച്ച് താൻ ചുമന്നുകൊണ്ടിരിക്കുന്ന ആടിനെ ചെകുത്താനായിരിക്കും എന്നുള്ള പേടിയായി അയാളുടെ മനസ്സിൻ്റെ ഉള്ളിൽ. അയാൾ കുറച്ച് ദൂരം കൂടെ നടന്നിട്ട് ആകെ പേടിച്ചിട്ട് ഈ ആടിനെ ഇങ്ങോട്ട് താഴെ ഇറക്കി വെച്ചിട്ട് ഒറ്റ ഓട്ടം കൊടുത്തു. ഇനിയിപ്പോൾ വല്ല ചെകുത്താൻ എന്നെ തിന്നേറ്റ് ചെയ്താലോ എന്ന് പേടിച്ചിട്ട്. അയാൾ ഓട്ടം കണ്ട് 3 കള്ളന്മാരും മരത്തിൻ്റെ പുറകെ മാറി നിന്ന് പൊട്ടിച്ചിരിച്ചു. അവൻ അവിടെ നിന്ന് ബ്രാഹ്മണൻ പോയി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഓടിച്ച് നാടിനെ പിടിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് നല്ല അസലായി ഭക്ഷണം ഉണ്ടാക്കി ശാപ്പാട് കുശാലായിട്ട് അങ്ങോട്ട് കഴിച്ചു. ഇപ്പം എന്താ ഉണ്ടായേ? സമ്മാനം കിട്ടി ബ്രാഹ്മണന്. വല്ല ഗുണം ഉണ്ടായോ? സമ്മാനം കിട്ടിയിട്ട് കാര്യമില്ല, അത് ഉപയോഗിക്കാനും കൂടെ അറിയണം എന്നർത്ഥം. മനസ്സിലായോ? അതുപോലെ മറ്റുള്ളവർ പറയണത് എപ്പോഴും പോയിട്ട് മറ്റുള്ളവർ പറയണ മാത്രം കേൾക്കാൻ നിൽക്കരുത്. സ്വന്തമായിട്ട് ഭഗവാൻ നമുക്ക് ബുദ്ധി തന്നിട്ടുള്ളത് ആലോചിച്ച് അത് വെച്ച് പ്രവർത്തിക്കാനാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും മറ്റുള്ള ആളുകളുടെ ബുദ്ധിയിൽ മാത്രം പ്രവർത്തിക്കാതെ നിൽക്കാതിരിക്കുക, സ്വന്തം ബുദ്ധിയും കൂടെ അങ്ങോട്ട് പ്രവർത്തിക്കട്ടെ, എന്നാലേ നമുക്ക് ഗുണം ഉണ്ടാവുള്ളൂ. എപ്പോഴും മറ്റുള്ളവർ പറയുന്നത് കേട്ട് അതുപോലെ മാത്രം നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ, അവർ പറയണതാണ് ശരി എന്ന് അപ്പാടെ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കണ്ണുകളെ വിശ്വസിക്കാൻ ആദ്യം പഠിക്കുക. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ചെയ്യുന്നത് തെറ്റോ ശരിയോ എന്ന് നമുക്ക് ചിന്തിക്കാം, അതിനെക്കുറിച്ച് ആലോചിക്കാം. പക്ഷേ ശരിയായ കാര്യം തിരഞ്ഞെടുക്കണം അതെന്ന്. അല്ലാതെ എപ്പോഴും മറ്റുള്ളവർ പറയാൻ നിന്ന് കഴിഞ്ഞാൽ, സ്വന്തം ബുദ്ധി ഉപയോഗിക്കാതെ പ്രവർത്തിക്കാതെ നിന്ന് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. ഇപ്പോൾ ബ്രാഹ്മണന് വല്ലതും കിട്ടിയോ? കഷ്ടപ്പെട്ട് പോയി ജോലി ചെയ്തു, കിട്ടിയ സമ്പാദ്യത്തിന് പകരം കിട്ടിയത് ആടാണ്. സന്തോഷത്തോടെ കൊണ്ടുവന്നുകൊണ്ടിരുന്ന ആടിനെ ഇനി വല്ല ചെകുത്താനാണോ എന്നും പേടിച്ചിട്ട് കളഞ്ഞിട്ടും വന്നു. അതാണെങ്കിലോ ബുദ്ധിയോടെ പ്രവർത്തിച്ച കള്ളന്മാർക്ക് ശാപ്പാണ്ടടിക്കാൻ ഉഗ്രൻ ഒരു സാധനമായി. ഇതാണ് ഇന്നത്തെ കുട്ടിക്കഥ. അപ്പോൾ കുഞ്ഞു കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. നല്ല തമാശയുള്ള കഥയാണ്, നല്ല രസമുള്ള കഥയാണെന്ന് തോന്നുന്നുണ്ട് അല്ലേ? അപ്പോൾ കഥ കേട്ട് എല്ലാവരും രസിച്ചെങ്കിൽ താഴെ ഒരു ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. അതുപോലെ കമൻറ്റുകൾ ചെയ്യാനും മറക്കരുത്. പുതിയ പുതിയ കഥകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ മക്കൾക്ക് കഥ പറഞ്ഞു കൊടുക്കുക. അതുപോലെ
ഇപ്പോൾ ആരെങ്കിലും ബെൽ റീഡ്സ് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയ പുതിയ കഥകൾ കേൾക്കണമെങ്കിൽ, എന്നും കഥകളുടെ നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ പുതിയൊരു കഥയായിട്ട് വീണ്ടും കാണാം. ടാറ്റാ.